അനുസരിക്കുന്നത് യാഗത്തെക്കാളും ശ്രദ്ധിക്കുന്നത് മുട്ടാടുകളുടെ മേധസ്സിനേക്കാളും നല്ലത്. അപ്പം ഒരാളൊരു കാര്യം പറയുമ്പോൾ ഒരാൾ ശ്രദ്ധയോടെ കേൾക്കുക എന്ന് പറയുന്നത് അനുസരിക്കാൻ മനസ്സുള്ളവരെ കൊണ്ടേ പറ്റും. അനുസരിക്കുക എന്ന അഡ്വാൻസായിട്ട് ഒരു മനോഭാവം, ഒരു ആറ്റിറ്റ്യൂഡുള്ള ഒരാൾക്ക് മാത്രമേ ശ്രദ്ധയോടെ മറ്റൊരാളുടെ വാക്ക് കേൾക്കാൻ കഴിയും. അപ്പം ദൈവത്തെ ഒരാൾ ശ്രദ്ധിച്ച് കേൾക്കുവാൻ, ശ്രദ്ധയോടെ കേൾക്കുവാൻ തുനിയുന്നെങ്കിൽ ഓർത്തോണം, ആ വ്യക്തിക്ക് അനുസരിക്കാനുള്ളൊരു ആറ്റിറ്റ്യൂഡുണ്ട്, ഒരു മനോഭാവമുണ്ട്. നിങ്ങളോട് ഞാൻ സംസാരിക്കുന്ന ദൈവവചനം ശ്രദ്ധയോടെ കേൾക്കും. അപ്പം ആത്മാവിൻ്റെ ശബ്ദം കേൾക്കാൻ ചെവി വേണമെന്ന് പറഞ്ഞാൽ അത് ചെവിയെ കാണിക്കുന്നത് ശ്രദ്ധയാണ് ചെവി എന്ന ആ പദം കൊണ്ട് അർത്ഥമാക്കാം. എന്നാൽ എബ്രായ ലേഖനം 3-ാം അധ്യായം പഠിക്കുമ്പോൾ നമ്മൾ കാണുന്നത് നാം സ്വീകരിച്ചു പറയുന്ന അപ്പോസ്തലനും മഹാപുരോഹിതനുമാകുന്ന യേശു ക്രിസ്തുവിനെ ശ്രദ്ധിച്ച് നോക്കണം. അപ്പോൾ ശ്രദ്ധിച്ച് കേൾക്കണം, ശ്രദ്ധിച്ച് നോക്കണം. അപ്പോൾ ഈ കേൾവിയിലും കാഴ്ചയിലുമൊക്കെ ശ്രദ്ധ നമുക്ക് ആവശ്യമാണ്. നമ്മൾ യെശയ്യാ പ്രവചനം 42-ാം അധ്യായം അതിൻ്റെ 23-ൽ ഇങ്ങനെ കാണുന്നു, നിങ്ങളിൽ ആർ അതിന് ചെവി കൊടുക്കും, ഭാവി കാലത്തേക്ക് ആർ ശ്രദ്ധിച്ച് കേൾക്കും. അപ്പം ദൈവവചനം നമ്മൾ ശ്രദ്ധിച്ച് കേൾക്കണം. നമ്മുടെ ഭാവിയെക്കുറിച്ച് അതിനകത്ത് എഴുതിയേക്കും, മനുഷ്യൻ്റെ ഭാവി, പ്രപഞ്ചത്തിൻ്റെ ഭാവി, എല്ലാറ്റിൻ്റെയും ഭാവിയെക്കുറിച്ചുള്ള പരാമർശമാണ് നമ്മൾ ദൈവവചനത്തിൽ കാണുന്നത്. പാപം ചെയ്ത് ദൈവദേശം നഷ്ടപ്പെട്ട് ദൈവത്തിൽ നിന്ന് അകന്നുപോയ മനുഷ്യന് പാപമോചനത്തിലൂടെ അവരെ വീണ്ടും ദൈവിക ജീവനിലേക്ക് മടക്കി വരുത്തുന്ന ദൈവിക പദ്ധതി, ദൈവത്തിൻ്റെ മാസ്റ്റർ പ്ലാൻ, അതെല്ലാം നമ്മുടെ തിരുവെഴുത്തിലൂടെ കാണും. ദൈവത്തിൻ്റെ ഭാവികാല പദ്ധതികളെല്ലാം നമുക്ക് തിരുവെഴുത്തിൽ കാണാൻ കഴിയും. മരണവും മരണാനന്തര ജീവിതവും ഭാവിയല്ലേ. 1000 ആണ്ട് വാഴ്ച ഭാവിയാണ്. നീതി വസിക്കുന്ന പുതിയ ആകാശവും പുതിയ ഭൂമിയും നമ്മുടെ ഭാവിയാണ്. പുതിയ യെരൂശലേം നമ്മുടെ ഭാവിയാണ്. പുതുലോക വ്യവസ്ഥകളെല്ലാം ഭാവിയാണ്. കർത്താവ് ഇനിയും മടങ്ങി വന്ന് നമ്മളെ ചേർക്കുകയും കർത്താവിനോടുകൂടെ നാം മഹത്വത്തിൽ വാഴുകയും ചെയ്യുക എന്നുള്ളത് നമ്മുടെ ഭാവിയാണ്. അതുകൊണ്ട് തന്നെ ഇതാ ഞാൻ വരുന്നു എന്ന് കർത്താവ് പറയുമ്പോൾ നമ്മൾ അവൻ്റെ വരവിനെ ഭാവി സ്വഭാവത്തിലാണ് കാണുന്നത്. അതുകൊണ്ടാണ് പ്രത്യാശയുള്ളവർക്ക് മാത്രമേ ഭാവി കാലത്തെക്കുറിച്ച് പുഞ്ചിരി തൂകാൻ പറ്റൂ. ബലവും മഹിമയും അവളുടെ ഉടുപ്പ്, അവൾ തൻ്റെ ഭാവി കാലം ഓർത്ത് പുഞ്ചിരി തൂകും. ഭാവി കാലത്തെക്കുറിച്ചുള്ള ഓർമ്മ, അതാണ് പ്രത്യാശ. ആ പ്രത്യാശയുടെ ഭാവി കാലത്തെക്കുറിച്ച് ശ്രദ്ധിച്ച് അതിനെ ധ്യാനിച്ച് ജീവിക്കുന്നവർക്ക് മാത്രമേ ദൈവവചനം ശ്രദ്ധയോടെ കേൾക്കാൻ കഴിയൂ എന്ന് ദൈവവചനത്തിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ആത്മാവ് സംസാരിക്കുന്നത് ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്ന് പറഞ്ഞാൽ ചെവി ശ്രദ്ധയെ കാണിക്കുന്നു എന്നുള്ളതാണ്.